മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലെ വളരെ പ്രധാനപ്പെട്ട കവിതകളിലൊന്നായ പ്രയാണം എന്ന കവിതയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പ്രയാണം എന്ന് പറയുന്നത് വയലാർ രാമവർമ്മയുടെ മുളങ്കാട് എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ വയലാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വയലാർ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ്. ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കവികളിൽ ഒരാളാണ് വയലാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഒരുപാട് കവിതകളിൽ അദ്ദേഹം മനുഷ്യവംശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, അല്ലെ, മനുഷ്യന്റെ സർഗശേഷിയെക്കുറിച്ച്, അവൻ ലോകത്തെ കീഴടക്കിയതിനെ കുറിച്ചൊക്കെ എന്താണ് വളരെ മനോഹരമായിട്ട് മനുഷ്യന്റെ പുരോഗതിയെക്കുറിച്ചും മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചൊക്കെ എന്താണ് അദ്ദേഹം കവിതകളിലൂടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അപ്പൊ അതേപോലെ മനുഷ്യന്റെ യാത്രയെക്കുറിച്ച്, വളർച്ചയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയെക്കുറിച്ചാണ് ഈ ഒരു കാവ്യഭാഗത്തും എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അല്ലെ. അപ്പോൾ ഈ കവിതയിൽ നമുക്ക് നോക്കാം, അല്ലെ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് 1928 ആലപ്പുഴ ജില്ലയിലെ വയലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വയലാർ രാമവർമ്മ ജനിച്ചിട്ടുള്ളത്. കവിതകൾ ഉൾപ്പെടെ, അല്ലെ, കവി എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ ഗാനങ്ങളും ഒരുപാട് നാടക ഗാനങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏകദേശം 1300-ലധികം സിനിമാ പാട്ടുകളും 150-ലധികം നാടക ഗാനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, എനിക്ക് മരണമില്ല, മുളങ്കാട്, സർഗസംഗീതം, ഇങ്ങനെ ഒരുപാട് കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഖണ്ഡകാവ്യമാണ് ആയിഷ എന്ന് പറയുന്നത്. രക്തം കലർന്ന മണ്ണ്, വെട്ടും തിരുത്ത് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകളാണ്. ഓക്കെ. അപ്പൊ 1961 സർഗസംഗീതം എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ 1974 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 3-ലധികം തവണ സിനിമാ ഗാനത്തിന് ഏറ്റവും മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന്, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. 1975 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ വയലാറിന്റെ, അല്ലെ, മറ്റ് കവിതകളിലൊക്കെ അശ്വമേധം എന്നൊക്കെ പറയുന്ന കവിത നമ്മളുടെ ഈ ഒരു കവിതയുമായിട്ട് വളരെ സാമ്യമുള്ളൊരു കവിത കൂടെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മിക്ക കവിതകളിലും മനുഷ്യന്റെ ഈ ഒരു യാത്രയെക്കുറിച്ച്, പ്രയാണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര, സഞ്ചാരം എന്നൊക്കെയാണ് ഒരു വാക്കിന്റെ അർത്ഥം. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ മുന്നേറ്റവും മാറ്റങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു യാത്രയാണ് ഈ ഒരു പ്രയാണം എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, അല്ലെ, നമുക്ക് മുൻപേ നടന്നുപോയ മനുഷ്യർ എന്ന് പറയുന്നത് എന്താണ്, പലതരത്തിലുള്ള, അല്ലെ, വികസനത്തിലൂടെയാണ് എന്ത് ചെയ്തത്, നമ്മളൊക്കെ ഇന്ന് കാണുന്ന രീതിയിൽ, അല്ലെ, അവരുടെയൊക്കെ അധ്വാനത്തിന്റെയും അവരൊക്കെ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തതിന്റെയും പല പല കണ്ടുപിടുത്തങ്ങൾ, അല്ലെ, കണ്ടുപിടിച്ച് വെച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഭംഗിയിൽ ജീവിക്കുന്നത്, അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു ക്ലാസ് തന്നെ കേരളത്തിൽ പല ഇടങ്ങളിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്, അല്ലെ. ഇങ്ങനെയൊക്കെ എന്താണ് ലോകം വളരുമെന്നും ഇതേപോലെ നമുക്ക് വിദ്യാഭ്യാസം നേടാനാവുമെന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഒരു 20 വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇതൊക്കെ നമുക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. അപ്പൊ അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്, അല്ലെ. ഭൂമിക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങി, അല്ലെ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുവാനുള്ള, അല്ലെ, നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകള്, ടെക്നോളജികൾ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അല്ലെ. ഇനിയും നമ്മുടെ യാത്ര എന്ത് ചെയ്യാണ്, മനുഷ്യന്റെ യാത്ര തുടരുക തന്നെയാണ്, അല്ലെ. അപ്പൊ ആദ്യമകാലത്ത് എങ്ങനെയായിരുന്നു മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത്, എങ്ങനെയാണ്, നമ്മൾ ഗുഹകളിലൊക്കെ താമസിച്ച്, കാട്ടിലൊക്കെ താമസിച്ച്, കാൽനടയായി യാത്ര ചെയ്ത് പച്ചമാംസമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. പിന്നെ അവിടുന്ന് പല കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടാവുന്നു, കുതിരവണ്ടി, കാളവണ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു, ചരക്ക് ഗതാഗതം, അല്ലെ, ഗ്രാമനഗര വികസനങ്ങൾ ഉണ്ടാവുന്നു, അല്ലെ. അങ്ങനെ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്, ഇതൊക്കെ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും, അല്ലെ, മനുഷ്യന്റെ വളർച്ച കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നത്, പുരോഗമിക്കുന്നത്, അല്ലെ. ഈ പറയുന്ന വാഹനങ്ങള്, ചക്രം, തീയിന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളോട് കൂടിയാണ് മനുഷ്യന്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് നമ്മൾ അതിനെയൊക്കെയാണ് കാണുന്നത്, അല്ലെ. പിന്നെ സാങ്കേതിക വിദ്യ, അല്ലെ, സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നു, മനുഷ്യനെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും കൊണ്ടുപോവാണ്. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട്, അല്ലെ, ധാരാളം പുസ്തകങ്ങള്, വിദ്യാലയങ്ങള്, അധ്യാപകരുടെ, അല്ലെ, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ, അങ്ങനെ പല പല കാര്യങ്ങൾ, അല്ലെ, അറിവിലൂടെ എന്ത് ചെയ്യാണ് മനുഷ്യൻ പിന്നീട് അവന്റെ യാത്ര എന്ത് ചെയ്യുന്നു, മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യാണ്, സാമൂഹ്യ മാറ്റങ്ങൾ, കുടുംബജീവിതമാവട്ടെ, നഗരവൽക്കരണമാവട്ടെ, സഹജീവിതമാവട്ടെ, ആഗോളവൽക്കരണം, ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുകയാണ്, അല്ലെ. അപ്പോൾ ഈ കാലത്തിന്റെ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ പുറകോട്ടല്ലല്ലോ മുൻപോട്ടല്ലേ സഞ്ചരിക്കുന്നത്, അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എവിടെ വരികയാണ്, നമ്മളുടെ സമൂഹത്തിലും, അല്ലെ, നമ്മളുടെ ലോകത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അപ്പൊ പ്രതീക്ഷയോടുകൂടെ, അല്ലെ, ഉള്ള മനുഷ്യന്റെ യാത്രയാണ് ഈ ഒരു കവിതയിൽ വയലാർ എന്ത് ചെയ്തിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെ. അപ്പോൾ നമ്മളുടെ വർഷങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്,
അല്ലെ ആണ്ടുകള് എന്ത് ചെയ്യണു, വർഷങ്ങൾ ഇങ്ങനെ നിമിഷങ്ങളായിട്ടാണ് കടന്നു പോകുന്നതെന്നാണ് കവി പറയുന്നത് അല്ലെ. നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വെച്ച് അകലുന്നു എന്നാണ്. അതായത് കാലം എന്ത് ചെയ്യാണ്, അതിന്റെ കാല് നീട്ടി നീട്ടി വെച്ച് എന്ത് ചെയ്യാണ്, വർഷങ്ങളൊക്കെ നിമിഷങ്ങൾ പോലെയാണ് ഇപ്പൊ പോകുന്നതെന്നാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ വന്നതും ഇപ്പൊ ഇത് മോഡൽ എക്സാം ആയതും ഒക്കെ വളരെ പെട്ടെന്ന് പോയതുപോലെ നമുക്ക് തോന്നില്ലേ? ഇത്ര പെട്ടെന്ന് അല്ലെ ഇത്രയൊരു അക്കാഡമിക് ഇയർ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്നായതുപോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പോൾ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യണു, വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ അതായത് വളരെ വേഗം എന്ത് ചെയ്യാണ്, കാലം അതിന്റെ യാത്ര തുടരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം അല്ലെ. അപ്പൊ ശാസ്ത്രം എങ്ങനെയാണ് പോകുന്നത്, ചങ്കിലെ ചങ്കിലെ പത തുപ്പി കുതികൊള്ളുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുന്ന അതിന്റെ ഹാർഡ് വർക്കിനെയാണ് അല്ലെ. ശാസ്ത്രം എന്ത് ചെയ്യുന്നു, അത്രമാത്രം എന്ത് ചെയ്യാണ്, കാലത്തെ മുൻപോട്ട് കുതിപ്പിക്കാൻ വേണ്ടി അത്രയും എഫേർട്ട് എടുക്കേണ്ടാര്, ശാസ്ത്രം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ, കാലത്തിന്റെ വേഗതയെ അതിനെ മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ സഹായത്തോടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് സൂചിപ്പിക്കുകയാണ് അല്ലെ. ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്ന് കൂമ്പിയ കിനാവിൻ ഇന്നത്തെ കനിയായി എന്ന് പറയാണ്. അതായത് ആദിമകാലത്ത് എന്താണ്, നമുക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങളും അല്ലെ, പഴയ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന സ്വപ്നങ്ങളൊക്കെ ഇന്ന് എന്ത് സംഭവിക്കുകയാണ്, അതൊക്കെ ഇന്ന് അല്ലെ, ഇന്നലെ കഴിഞ്ഞ കാലത്തിന്റെ മന്ദാരമലര് വിരിഞ്ഞ് അല്ലെ നിൽക്കുന്ന കാവിൽ എന്ത് ചെയ്യുന്നു, മുട്ടിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്തായി മാറുകയാണ്, പുതിയ കാലത്ത് അതൊക്കെ യാഥാർത്ഥ്യമായി മാറുകയാണ് അല്ലെ. അപ്പോൾ കഴിഞ്ഞ കാലത്ത് മനുഷ്യൻ മനസ്സിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ പുതിയ കാലത്തിൽ എന്ത് ചെയ്യുന്നു, അതൊക്കെ യാഥാർത്ഥ്യമാവുന്നു എന്നാണ്. പല ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ ലോകത്തെ കാണുന്നത് അല്ലെ. റോബോട്ടിക്സും അതേപോലെ നാനോ ടെക്നോളജിയെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ. മലയാള സെക്കൻഡിൽ നമ്മൾ വിജ്ഞാന സമൂഹത്തെക്കുറിച്ചും വൈജ്ഞാനിക അല്ലെ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിലൊക്കെ എന്താണ് വളരെ വിശദമായിട്ട് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്, കാലം അങ്ങനെ എന്ത് ചെയ്യാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. വാടി വീണേക്കാം നാളെ തൈകൾ, പക്ഷെ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ, നാളെ തൈകൾ അല്ലെ, എന്താണ്, പുതിയ തലമുറയുടെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, നാളെ വാടി വീണേക്കാം. പുതിയ തലമുറയും പഴയ തലമുറയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പക്ഷേ വാടി എന്ന് പറഞ്ഞാൽ എന്താണ്, പൂന്തോട്ടം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി നമ്മുടെ ഈ ഒരു അല്ലെ കാലത്തിനനുസരിച്ചുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ ചിലപ്പോൾ വാടി വീഴാം, കൊഴിഞ്ഞു പോയതൊക്കെ സംഭവിക്കാം. പക്ഷേ പുതിയ വാടികൾ അല്ലെ, പുതിയ പൂന്തോട്ടങ്ങൾ എന്താണ്, ഉണ്ടായേ തീരുള്ളൂ എന്ന് പറയാണ് അല്ലെ. പൂന്തോട്ടങ്ങൾ എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ്, ചില പരീക്ഷകളൊക്കെ നമുക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം അല്ലെ, ക്രിസ്മസ് എക്സാമിന് കുറഞ്ഞിട്ടുണ്ടാവാം, ഓണപരീക്ഷയ്ക്ക് കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ മോഡൽ എക്സാം നമ്മൾ എന്നും പഠിച്ചില്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ നമുക്ക് വാടിയൊക്കെ വീഴാം. പക്ഷെ നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്നൊക്കെ ഉയർത്തെണീക്കണം അല്ലെ. അപ്പോൾ വാടി വീണാലും എന്താണ്, നമുക്ക് എന്തുണ്ടായേ പറ്റുള്ളൂ, വാടികൾ അനുക്ഷണം അല്ലെ, പൂന്തോട്ടങ്ങളായി നമ്മൾ വിരിഞ്ഞേ പറ്റുള്ളൂ. നമ്മളുടെ പ്രതീക്ഷകൾ എന്താണ്, വിടാതെ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ് പറയുന്നത്, പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം അല്ലെ, അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ എന്ന് പറയാണ് അല്ലെ. എന്താ പറയുന്നത്, മാറ്റത്തിന്റെ ഞാണൊലി ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഞാണൊലി എന്ന് പറയുന്നത് ഈ അമ്പും വില്ലും അല്ലെ, ഇങ്ങനെ എന്താ പറയാ, അമ്പ് തൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ശബ്ദം, അതിന്റെ വേഗതയൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാറ്റം എപ്പോഴും സംഭവിക്കുകയാണ് അല്ലെ. വില്ലിൽ നിന്ന് അമ്പ് തൊടുത്തു വിടുന്നത് പോലെ എന്താണ്, ഞാണൊലി പോലെ എന്താണ്, എല്ലായ്പ്പോഴും അല്ലെ പരിവർത്തന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാണ് അല്ലെ. ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി എന്ന് പറയാണ്. എന്താ പറയുന്നത്, പരമാണു ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്, സഹസ്രമായിരം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ അനേകം പരമാണുക്കൾ അല്ലെ, ആയിരക്കണക്കിന് എന്താ പറയാ സൗരമണ്ഡലങ്ങള്, നക്ഷത്ര സമൂഹങ്ങള്, ഇതൊക്കെ എന്താണ്, ഒക്കെ നിരന്തരം പെറ്റുപെരുകയാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ. എന്ത് ചെയ്യണു, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, നിരന്തരം അല്ലെ, അനുദിനം എന്ത് ചെയ്യാണ്, ഇതൊക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് അല്ലെ. പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറി എത്തിയ ഞങ്ങൾ എന്ന് പറയാണ് അല്ലെ. അപ്പൊ എന്താണ്, പോയ അല്ലെ, മൺമറഞ്ഞു പോയ പരകോടിയിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ, പുരുഷാന്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെ ആയിരക്കണക്കിന് അല്ലെ എന്താ പറയാ, മനുഷ്യന്റെ യാത്രയെക്കുറിച്ചാണ്, പല തലമുറകളിലൂടെയുള്ള മനുഷ്യന്റെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള മനുഷ്യന്റെ യാത്രയെക്കുറിച്ച്, പുരോഗതി പരിണാമമുള്ള അല്ലെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ യാത്രയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ യാത്രയിൽ എന്താണ്, അത് തന്നെയാണ് വീണ്ടും വീണ്ടും കവി ആവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള തലമുറകളെ തേടി അല്ലെ, അവർ നമുക്ക് നേടിത്തന്നിട്ടുള്ള കൽപ്പടവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് നൽകിയ അറിവുകളെയും അനുഭവങ്ങളെയും ഒക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പടവുകൾ കയറിയാണ് എന്ത് ചെയ്ത് മനുഷ്യൻ അല്ലെ മുന്നോട്ട് ഇവിടെ
ഇവിടം വരെ എത്തിയത് അല്ലെ. അങ്ങനെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് യാത്ര അല്ലെ തുടരുന്നത്. അപ്പൊ നമുക്ക് മുൻപേ ഒരുപാട് ആളുകൾ സഞ്ചരിച്ചുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും എന്തുകൊണ്ടാണ്, ഒരുപാട് മനുഷ്യർ അവിടെ ജീവൻ വരെ ത്യജിച്ചുകൊണ്ടാണ് അല്ലെ. പല കണ്ടുപിടുത്തങ്ങളും ഇപ്പൊ നമുക്ക് വണ്ടികളും ചക്രവും തീയും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ജീവിതത്തിലേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടും പല 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 അറിവുകളും അനുഭവങ്ങളിലൂടെയും അവർ പലതും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള പടവുകൾ കയറി എത്തിയതാണ് നമ്മൾ എന്ന് പറയാണ് അല്ലെ. പിന്നെ എന്താണ്, പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം എന്ന് പറയാണ് അല്ലെ. എങ്ങനെയാണ് പറയുന്നത്, ഇവിടെ പല കാര്യങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പേന എന്ന് പറയുമ്പോൾ എന്താണ്, അത് എഴുതാൻ ഉപയോഗിക്കുന്നതാണ്. അത് അറിവ്, ബുദ്ധി, സാഹിത്യം അല്ലെ, ഇതൊക്കെയുമായിട്ട് എന്താണ്, കല, ഇതൊക്കെ ആയിട്ട് എന്തൊരു ബന്ധമുണ്ട്, പേനയ്ക്ക് ബന്ധമുണ്ട്. പടവാൾ എന്ന് പറയുന്നത് അത് അധികാരത്തിന്റെ, ശക്തിയുടെ ഒക്കെ സൂചനയായിട്ട് എന്ത് ചെയ്യാം, പടവാളിനെ നമുക്ക് പറയാം. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും മാറ്റത്തെയാണ് അല്ലെ. പുരോഗതി, സാങ്കേതിക വിദ്യ ഒക്കെ, ടെക്നോളജി ഒക്കെ അതിനകത്ത് വരുന്നതാണ് അല്ലെ. പ്രേമത്തിന്റെ ഗാനശൈലി എന്ന് പറയുമ്പോൾ പ്രേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലെ സ്നേഹത്തെയാണ്, വികാരത്തെയാണ്, ഇമോഷൻസിനെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന്റെ യാത്ര ബുദ്ധിയിലൂടെ, ശക്തിയിലൂടെ, വികാരം, വിവേകം അല്ലെ, യുക്തിചിന്ത അല്ലെ, ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടാണ് ആരുടെ യാത്ര, മനുഷ്യന്റെ യാത്ര എന്ന് പറയാൻ കേട്ടോ. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ, ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും അല്ലെ. എന്താ പറയുന്നത്, ഞങ്ങളിൽ ജീവിക്കുകയാണ് അല്ലെ. പൂർവികരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അവർ നേടിത്തന്ന അറിവുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അല്ലെ വരാൻ പോകുന്ന ഭാവി കാലം എന്താണ്, നമ്മളിലാണ് തുടങ്ങുന്നത് അല്ലെ, ഞങ്ങളിലാണ് തുടങ്ങുന്നത് എന്ന് പറയണം. അപ്പൊ തലമുറകളിലൂടെയുള്ള അല്ലെ, അതായത് പഴയ തലമുറ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അറിവും അനുഭവങ്ങളിലൂടെയാണ് ഇന്നത്തെ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ മനുഷ്യൻ ഉണ്ടാക്കുന്ന അറിവിലും അനുഭവങ്ങളിലൂടെയാണ് നാളത്തെ തലമുറ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ കാലങ്ങളായില്ല അല്ലെ, ഇതൊരു തുടർച്ചയാണ് അല്ലെ. മനുഷ്യവംശത്തിന്റെ യാത്ര എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു യാത്ര അല്ലെ ഇങ്ങനെ എന്താണ്, തുടർച്ചയായി ഇങ്ങനെ കണ്ണി ചേർക്കപ്പെട്ട് എന്ത് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. കരളിൻ നാളം കത്തി നീറിയ മെഴുകിന്റെ തിരികൾ 100,000 ഉരുകിത്തീർന്നു നീളെ എന്ന് പറയാണ്. അപ്പോൾ മെഴുകുതിരിന്റെ പ്രത്യേകത എന്താണ്, അത് ഉരുകി മറ്റുള്ളവർക്ക് സ്വയം പ്രകാശം നൽകണം. അപ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയ ആളുകളൊക്കെ എങ്ങനെയാണ്, ഇത്തരത്തിൽ ഉരുകി അല്ലെ, സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശമായതാണ് അല്ലെ, മെഴുകുതിരി പോലെ അല്ലെ. അങ്ങനെ 100,000 ഉരുകി തീർന്നു നീളെ എന്ന് പറയാണ് അല്ലെ. അപ്പോൾ നമുക്ക് മുൻപേ പോയിട്ടുള്ള ആളുകളുടെ ത്യാഗത്തിന്റെ ഫലമാണ് അല്ലെ നമ്മളിന്ന് അനുഭവിക്കുന്നതെല്ലാം എന്ന് പറയാണ്. 4 കവലകൾ തോറും ഞങ്ങൾ ഈ വരും വഴി നീട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നില്ലേ. 4 കവലകൾ എന്ന് പറയുന്നത് 4 വഴിയിലേക്ക് പോകുന്ന അല്ലെ ഒരു ഇടത്തെയാണ് നമ്മൾ അങ്ങനെ സൂചിപ്പിക്കുന്നത്. 4 വശത്തേക്കുള്ള വഴിയാണ്. അപ്പൊ ആ വഴികളിലൊക്കെ എന്താണ്, ദീപം, പ്രകാശം കാണാൻ പറ്റുന്നു എന്നല്ലേ അല്ലെ. അപ്പോൾ പൂർവികർ എന്താണ്, അവരുടെ അറിവും ത്യാഗവും നേട്ടവും ഒക്കെ എന്താണ്, പ്രകാശം പരത്തി അല്ലെ നമുക്ക് എന്ത് ചെയ്യുന്നു, മാർഗമായി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടി ശക്തികൾ ഞങ്ങൾ അല്ലെ. അപ്പൊ മനുഷ്യൻ മരിക്കുന്നില്ല എന്നുള്ളതല്ല, മനുഷ്യന് മരണമില്ല അല്ലെ, ചിരഞ്ജീവിയാണെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്, എന്ത് മരിക്കുന്നില്ല എന്നാണ്, അത്രയേറെ ശക്തിയുടെ സൃഷ്ടിയാണ് അല്ലെ, സൃഷ്ടി ശക്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനുഷ്യന്റെ പൂർവികർ നൽകിയ വെളിച്ചത്തിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ആദ്യകാലം തൊട്ട് ഇങ്ങോളം എന്ത് ചെയ്യാണ് അല്ലെ, ആ ഒരു വെളിച്ചത്തിലൂടെ അല്ലെ. അപ്പൊ അതൊരിക്കലും നശിക്കില്ല. അതായത് പൂർവികരായി നമ്മുടെ അല്ലെ എന്താ പറയാ തലമുറകളിലൂടെ പകർന്നു നൽകുന്ന അറിവും ആ അറിവിന്റെ വെളിച്ചമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് തലമുറകളായി എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് കവിതയിൽ പറയുന്നത്. അല്ലാണ്ട് മനുഷ്യൻ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കാൻ പറ്റുമെന്നില്ലല്ലോ. അതായത് മനുഷ്യനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്, പരിണാമം, വികസനങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യണു, കാലങ്ങളായി അത് കൈമാറ്റം ചെയ്യപ്പെടും. അതിനൊരിക്കലും മരണമില്ല അല്ലെ. അതിങ്ങനെ കൈമാറി എന്ത് ചെയ്യണു, യാത്ര ചെയ്യുന്നതാണ് കവി ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ആദി തൊട്ട് ോളവും 1000 പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ എന്ന് പറയാണ് അല്ലെ. അപ്പൊ ആദ്യകാലം തൊട്ട് ഇന്നോളം എന്ത് ചെയ്യുന്നു, എണ്ണമില്ലാത്ത സംസ്കാരങ്ങൾ, മാറ്റങ്ങൾ, പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ പലതും രീതികൾ എന്താണ് കടന്ന് അല്ലെ ജീവന്റെ വികാസങ്ങൾ എന്ത് ചെയ്യാണ്, അല്ലെ നമ്മുടെ തലമുറകളുടെ വളർച്ച എന്ത് ചെയ്യുന്നു. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമകാലത്തുള്ള ജീവിതം എങ്ങനെയാണ്, നമ്മള് കാട്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്, നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ അല്ലെ. അങ്ങനെ അവർ കാട്ടിൽ ഇങ്ങനെ വേട്ടയാടി, ഇപ്പൊ എന്താ പറയാ കാട്ടുപോത്തിനെയും സാധനങ്ങളൊക്കെ പോലെ പച്ചയ്ക്ക് തിന്ന് അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത്. ഗുഹയിലൊക്കെ താമസിച്ച് പിന്നീടാണ് കൃഷി കണ്ടുപിടിക്കുന്നത്, ഒന്നിച്ച് താമസിക്കുന്നത് അല്ലെ, കുടുംബമാവുന്നത് അല്ലെ. അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള പല മാറ്റങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ വികാസങ്ങൾ തുടങ്ങുന്നത് അല്ലെ. ചങ്ങല തുടർ പോലെ കൊളുത്തിക്കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ അല്ലെ. ചങ്ങല തുടർ എന്ന് പറഞ്ഞാൽ എന്താ, ചങ്ങലയുടെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ കണക്റ്റഡ് ആണ് പരസ്പരം ചങ്ങലകൾ അല്ലെ. അപ്പൊ ബന്ധങ്ങൾ എന്ത് ചെയ്യണു, മനുഷ്യബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ്,
ഇങ്ങനെ ചങ്ങലക്കൊളുത്ത് പോലെ തുടർച്ചയായിട്ട് അത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ തലമുറകളുടെ സംസ്കാരം അല്ലെ, ചങ്കിലെ ഹൃദയത്തിന്റെ ഞരമ്പുകൾ വികസിപ്പിക്കുന്നവയാണെന്നാണ്. അപ്പൊ നല്ല സംസ്കാരമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ലെ. അതിങ്ങനെ എന്ത് ചെയ്യണു, കാലങ്ങളായി ഇങ്ങനെ കണക്ട് ചെയ്ത് തലമുറകൾ തമ്മിലുള്ള അല്ലെ കണ്ണി ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഞങ്ങളിൽ രൂപം കൊള്ളുവൂ നിമിഷം തോറും കാലം, ഞങ്ങൾ തൻ ഭാവപ്രയാണ സ്പന്ദന സമാഹാരം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓരോ നിമിഷവും എന്താണ്, കാലം ഞങ്ങളിൽ രൂപം കൊള്ളുകയാണ് അല്ലെ. ഏതൊക്കെ രൂപത്തിലാണെന്ന് പറയുന്നത്, ഭാവ പ്രാണ സ്പന്ദന സമാഹാരം എന്നാണ് അല്ലെ. അപ്പൊ ഭാവം എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളുടെ ഒത്തുചേരലിനെ കുറിച്ച് അല്ലെ, ചിന്തയും വികാരവും ഒക്കെ എന്തിൽ കാണാം, നമുക്ക് ഭാവത്തിൽ അല്ലെ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ പലതും എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മളുടെ ഭാവവും പ്രാണനും ഒക്കെ അല്ലെ, പ്രാണൻ ജീവനാണ് അല്ലെ, അതൊക്കെ എന്താണ് നമ്മളുടെ എന്താ പറയാ അല്ലെ കൂട്ടിച്ചേർന്നാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യന്റെ യാത്രയുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് മനുഷ്യന്റെ എന്താണ് ആ യാത്രയെക്കുറിച്ച് അല്ലെ, പരിണാമത്തിലൂടെ അല്ലെ പോകുന്ന എന്താണ് കാലത്തിന്റെ വേഗതയെ കുറിച്ചാണ്, നിമിഷം കൊണ്ട് എന്താ പറയാ വർഷങ്ങൾ പോകുന്നതിനെ കുറിച്ച് പറയുന്നു അല്ലെ. അവസാനം എന്താണ്, കാലം മനുഷ്യനിലൂടെയാണ് അല്ലെങ്കിൽ കാലം മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുന്നൊരു അവസാനത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് കവിത വന്നെത്തി നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അല്ലെ മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ചും അല്ലെ മനുഷ്യന്റെ ശാസ്ത്രത്തിലൂടെയുള്ള മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിന്തയെയും വികാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രാണൻ ജീവനമാണ് അല്ലെ. സ്പന്ദനം എന്ന് പറയുന്നത് ജീവന്റെ തുടിപ്പാണ്. അപ്പൊ ഇവയുടെ ഒത്തുചേരലാണ് അല്ലെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ രൂപം കൊള്ളുന്ന എന്താ പറയാ ഘടകങ്ങളെയാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കാലം മനുഷ്യനിൽ നിന്ന് തന്നെയാണ് ഓരോ നിമിഷവും എന്താണ് രൂപം കൊള്ളുന്നത് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് കവി എത്തുകയാണ് അല്ലെ. അപ്പൊ മനുഷ്യരുടെ ഭാവങ്ങളുടെയും ജീവന്റെയും ഒക്കെ തുടിപ്പിന്റെ ആകെത്തുകയാണ്, സമാഹാരമാണ് എന്തെന്ന് പറയുന്നത് കാലം എന്നാണ് വയലാർ ഈ വരികളിലൂടെ എന്ത് ചെയ്യുന്നത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ വലിയൊരു കവിതയാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ടീച്ചർ ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള പാഠങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ക്ലിയർ ആയില്ലേ? അപ്പോൾ മക്കൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു ക്ലാസ്സിൽ അല്ലേ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.